കണ്ണൂർ ജില്ലയിൽ നിന്നും 11 ട്രാൻസ്ജെൻഡേഴ്സാണ് ഇത്തവണ വോട്ട് ചെയ്യാനുള്ളത്. അതിൽ ഒരാൾ പയ്യന്നൂർ കണ്ടങ്ങാടിയിലെ കാവ്യയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. കാവ്യ ഇപ്പം രണ്ടാമത്തെ തവണയാണ് നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതീക്ഷകൾ, അതുപോലെ നിങ്ങൾക്ക് കിട്ടേണ്ട എന്തൊക്കെ അവകാശങ്ങളാണ് ഇനി നേടിയെടുക്കാൻ പറ്റുന്നത്? ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ കലാമേഖലയിലും പൊതുമേഖലയുടെ കൂടെ ട്രാൻസ് വ്യക്തികളെ കൂടെ ഉൾപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സർജറി കഴിഞ്ഞവരൊക്കെ ഹോർമോൺ ടാബ്ലറ്റും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഭാരിച്ച തുക വരുന്നുണ്ട്. അപ്പോൾ അതിന് സബ്സിഡി പോലുള്ള കാര്യങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഭവനം ഇല്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് പൊതുമേഖല അറിയണം. ഞാൻ 3ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ്, ഫോട്ടോഷൂട്ട്, പിന്നെ 2 തിയേറ്റർ ഡ്രാമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 150ലധികം സ്റ്റേജുകളിൽ പറയാൻ മറന്ന കഥകൾ എന്ന് പറയുന്ന തിയേറ്റർ ഡ്രാമ നമ്മൾ കഴിഞ്ഞു ചെയ്തിട്ട്. പിന്നെ ഉള്ളത് പുരാണങ്ങൾ പുനർജനിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഡ്രാമയാണ്. പിന്നെ ഞാൻ അവിടെ ഒരു ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണ്. ഏകദേശം ഒരു 8 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും നിങ്ങളോട് ഇടപഴകുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? സമൂഹത്തിൽ നേരിട്ട് കാണുമ്പോഴുള്ള പെരുമാറ്റങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ പല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ട് ബാഡ് കമൻസും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമൊക്കെ അത് കാണുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. ആദ്യം എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഇവനെന്താ പെണ്ണിൻ്റെ കളി കളിക്കുന്നത് എന്ന് പറഞ്ഞ് നടന്ന് അത് ഭയങ്കരമായിട്ടൊരു ട്രോമയായിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ എൻ്റെ മനസ്സും ശരീരവും എല്ലാം ഒരു സ്ത്രീയുടേതാക്കി മാറ്റിയപ്പോൾ ഇവനെന്താ ആണിനെ പോലെ എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നെവർ മൈൻഡാണ് കമൻറ്റ് ചെയ്യുന്നവരോട്. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷന് ആർക്കാണ് വോട്ട് ചെയ്യുക? അത് രക്തത്തിൽ അലിഞ്ഞു ചേരുന്നൊരു സംഭവമാണ്. ഇടതുപക്ഷ സർക്കാരിന് തന്നെയായിരിക്കും എൻ്റെ വോട്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരും എന്നാണ് വിശ്വാസം? തീർച്ചയായും അങ്ങനെ തന്നെ വിശ്വാസം അങ്ങനെയാണ്. അത് ഒരു ഉറപ്പ് കൂടിയുണ്ട് ചെയ്യുന്നില്ല. ഇത്തവണ വോട്ട് ചെയ്യാൻ കാവ്യ റെഡിയാണ്. അതുപോലെ കുറേ ആഗ്രഹങ്ങളും അതുപോലെ അവരുടെ ആവശ്യങ്ങളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സാധിക്കുമെന്ന് തന്നെയാണ് കാവ്യയുടെ ആത്മവിശ്വാസം. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.